ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ചാനലുകൾ നിങ്ങൾ ഒരേ ഫോണിൽ ഉപയോഗിക്കുന്നുണ്ടോ? അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ചാനലുകളുണ്ടോ? ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ ലൈവ് സ്ട്രീമുകളും മറ്റും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ടിന് വേണ്ടി മറ്റു മെയിൽ ഐ ഡികൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ചാനലായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ ചാനലുകൾ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് നോക്കാം ഒന്നിൽ കൂടുതൽ ചാനലുകൾ ഉള്ളവർ എങ്ങനെ അത് ഉപയോഗിക്കണമെന്നും അതുപോലെ മോണിറ്റൈസേഷൻ ആയവര് ഒന്നിൽ കൂടുതൽ ചാനലുകൾ യൂട്യൂബിൽ റൺ ചെയ്യിപ്പിക്കുന്നുണ്ട് എങ്കിൽ റിലേറ്റഡ് ചാനൽ പ്രോബ്ലം വന്ന് മോണിറ്റൈസേഷൻ കട്ടാകാതെ എങ്ങനെ ചാനലുകളെ റൺ ചെയ്യിപ്പിക്കാമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പും തരാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങളോട് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, നിങ്ങൾക്ക് യൂട്യൂബിൽ ചാനലുണ്ട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ചാനൽ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ചെറിയ തെറ്റിലൂടെ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആവുകയോ അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ കട്ടാവുകയോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഈ കാണിക്കുന്ന ഫോണിലാണ് എൻ്റെ ചാനൽ റൺ ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഞാൻ ഡെമോ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് ചാനലുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ ഈ ഫോണിലല്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈ ഫോണിൽ ലോഗിൻ ചെയ്യാറുമില്ല. അങ്ങനെ ഞാൻ ഉപയോഗിക്കാത്തതിന് കാരണം, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചാനലിൽ എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ചാനലും കൂടെ ടെർമിനേറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് പലരും എന്നോട് ചോദിക്കുന്നത്, ചേച്ചി എൻ്റെ ഫോണിൽ 2-3 ചാനലുണ്ട്, ഞാൻ സ്വിച്ച് അക്കൗണ്ട് വഴി ആണ് ഞാൻ പല വീഡിയോസും മാറ്റിയും തിരിച്ചുമൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വരുമോ? ഒരു ഫോണിൽ തന്നെ 2-3 ചാനൽ റൺ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചാനലിന് വേറെ പ്രോബ്ലം ഒന്നും വരില്ലല്ലോ എന്നാണ് പലരും ചോദിക്കുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മറ്റു ഫോണിൽ ക്രിയേറ്റ് ചെയ്ത ചാനൽ ആയിക്കോട്ടെ, നിങ്ങളുടെ ഒറിജിനൽ ചാനലുള്ള ഫോണിൽ നിങ്ങൾ അത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി, ഫോൺ നമ്പർ ഗൂഗിള് വെരിഫൈ ചെയ്യും. അതുകൊണ്ട് അതപ്പോൾ യൂട്യൂബിന് അത് മനസ്സിലാവും നിങ്ങൾ ഒരേ ആൾ തന്നെയാണ് ആ ചാനലുകൾ ഉപയോഗിക്കുന്നത് എന്ന്. രണ്ടാമത് എന്ന് പറയുന്നത്, നമ്മുടെ ഫോണിൻ്റെ IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഒരേ ഫോണിൽ നിന്നും ഒന്നിൽ കൂടുതൽ ചാനലുകൾ നിങ്ങൾ റൺ ചെയ്യിപ്പിക്കുകയാണ് എങ്കിൽ അത് അവർക്ക് IP അഡ്രസ്സിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നത്, നിങ്ങൾ വൈഫൈ യൂസ് ചെയ്യുന്നവരാണ് എങ്കിൽ ഒരേ വൈഫൈയിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് പല ചാനലുകൾ റൺ ചെയ്യിപ്പിക്കാതിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഒരു ചാനൽ നിങ്ങൾക്ക് മോണിറ്റൈസ് ആയി, രണ്ടാമത്തെ ചാനൽ മോണിറ്റൈസ് ആകുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളുടെ ആദ്യത്തെ ചാനലിൻ്റെ ആഡ്സെൻസ് അക്കൗണ്ട് ഈ ചാനലിൽ കൊടുക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെയാണ് 2 ചാനലിലും ഒരേ ബാങ്ക് അക്കൗണ്ടും കൊടുക്കാനായിട്ട് പാടില്ല. ഇങ്ങനെ പറയുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ 2 ചാനലുകളിലും ഒരേ ആഡ്സെൻസും ഒരേ ബാങ്ക് അക്കൗണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചാനൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ റിലേറ്റഡ് ചാനൽ പ്രോബ്ലം വെച്ചിട്ട് നിങ്ങളുടെ മറ്റ് ചാനലും ടെർമിനേറ്റ് ആവാനോ അതല്ലെങ്കിൽ ഡിമോണിറ്റൈസ് ആവാനോ ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇന്ന് റിലേറ്റഡ് ചാനൽ പ്രോബ്ലം വന്ന് മോണിറ്റൈസേഷൻ കട്ടാകുന്നത് കൂടുതലും ഒരേ ആഡ്സെൻസ് കൊടുത്തിട്ടുള്ള ചാനലുകൾക്കും അതുപോലെ തന്നെ വോയിസ് ഓവർ ചാനലുകൾക്കുമാണ്. വോയിസ് ഓവർ ചാനൽ എന്ന് പറഞ്ഞാൽ ഫേസ് കാണിക്കാത്ത ചാനലുകൾക്കുമാണ് ഈ ഒരു പ്രോബ്ലം വന്ന് ചാനലുകൾ കട്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ 3-4 ഫോണൊക്കെ കാണും. അപ്പോൾ നമ്മുടെ ചാനലുകൾ അവരുടെ ഫോണിൽ നിന്ന് പല പ്രാവശ്യം നമ്മുടെ വാച്ച് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഡ്സെൻസ് വരെ കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് യൂട്യൂബിൻ്റെ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആഡ്സെൻസ് വരെ കട്ടായി പോകുന്നത്. അങ്ങനെ നമ്മുടെ ആഡ്സെൻസ് കട്ടായി കഴിഞ്ഞാൽ ആ ആഡ്സെൻസ് നമുക്ക് തിരിച്ചെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇന്ന് യൂട്യൂബിൽ ഒന്നിൽ കൂടുതൽ ചാനലുകൾ റൺ ചെയ്യിപ്പിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ 2 ചാനലുകൾ തമ്മിലും യാതൊരു ബന്ധവും വെക്കാനായിട്ട് പാടില്ല. അത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആയിക്കോട്ടെ, ആഡ്സെൻസ് ആയിക്കോട്ടെ, ബാങ്ക് അക്കൗണ്ട് ആയിക്കോട്ടെ, ജിമെയിൽ ID ആയിക്കോട്ടെ, ഒന്നിലൂടെയും ഒരു കോണ്ടാക്റ്റും പാടില്ല. അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഡെമോ കാണിക്കാനായിക്കോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ ചാനൽ ആയിക്കോട്ടെ, പക്ഷെ അത് തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവാനായിട്ട് പാടില്ല. യൂട്യൂബിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന പോളിസികൾ അനുസരിച്ച് നമ്മളുടെ ചാനലുകൾ റൺ ചെയ്യിപ്പിച്ചാലേ നമ്മുടെ ചാനലുകൾക്ക് യാതൊരുവിധ കുഴപ്പവും സംഭവിക്കാതെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ്, മോണിറ്റൈസേഷൻ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെ അത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ല എങ്കിലും, അതുപോലെ നിങ്ങളുടെ ആഡ്സെൻസിൽ എന്തെങ്കിലും എറർ വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് വന്നു, അപ്പീൽ വീഡിയോ സ്വന്തമായിട്ട് റെഡിയാക്കാൻ അറിയില്ല, അങ്ങനെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെ പ്രോബ്ലം ഉണ്ടെങ്കിലും എൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.